ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം ചോറിനാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തേങ്ങ വേണം. ഒരു മുറി തേങ്ങയും ഒരു കുഞ്ഞ് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 9 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്. പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, 2 കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇനി ചെമ്മീൻ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ക്രിസ്പി ആണ് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടി കരിയാണ്ട് നോക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വറ്റൽമുളക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റണ്ട, ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗണിഷ് ആകുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ബാക്കി ഇനി സവാള ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇനി അത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാനിത് ബാക്കിയുള്ള സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ആയാലും മതി. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതിലേക്ക് ആ ഒരു 2 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് ഇട്ട് വഴറ്റൊന്നും വേണ്ട. ഈ ഒരു ബ്രൗണിഷ് ആകുമ്പോഴത്തേനും നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വഴറ്റൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇത് അവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി ആദ്യം വറ്റൽമുളകൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ, മാങ്ങ, പിന്നെ സവാള, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരക്കൊന്നും വേണ്ട. നമ്മൾ ചമ്മന്തിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് അരക്കണ്ട. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാൻ. ഒരുപാട് ഇങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചമ്മന്തിയുടെ ടെക്സ്ചർ മാറിപ്പോവും, നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം അതൊന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ചെമ്മീൻ പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, മിക്സിയിൽ ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ടേസ്റ്റ് വൈസ് ഒക്കെ അടിപൊളിയാണ്. ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആ ചെമ്മീൻ തരിതരിപ്പൊക്കെ ഒരുപാട് അരയാണ്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കതിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനും. പിന്നെ ഈ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറിന് അത്ര ടേസ്റ്റിയാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചോറിനാകുമ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എപ്പോഴും മീൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്മീനൊക്കെ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാം. ഈസിയാണ്. അപ്പോൾ മീനിൻ്റെ കുറവും ഉണ്ടാവില്ല, ചമ്മന്തിക്ക് ചമ്മന്തിയാവും ചെയ്യും. അപ്പോൾ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഇനി എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.